നമുക്ക് നോക്കേണ്ടതുണ്ട്. ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുകയാണ്. കഴക്കൂട്ടം പോലെയുള്ള ഒരു സ്ഥലത്ത് ആ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം, അത് നിരവധി ആളുകൾ ദിവസവും മണിക്കൂറിൽ തന്നെ പലരും വന്നു പോകുന്ന ഇടമാണ്. ഇതിൽ മദ്യപിച്ചു വാഹനത്തിനുള്ളിൽ എന്നത് മാത്രമല്ല, മദ്യപിച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിച്ചു. നോക്കൂ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് എത്ര കേസുകളാണ് ഒരു ദിവസം എടുക്കുന്നത്. ഈ പോലീസുകാർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന മട്ടിലാണോ പ്രവർത്തിക്കുന്നത്? അതുതന്നെയാണ് വിനീത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഏറ്റവും പ്രധാനം. അതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മീറ്റർ പോലും ഇല്ല എന്നുള്ളതാണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം, കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറി ഫ്ലൈ ഓവറിനോട് ചേർന്നാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാം, കാരണം റോഡിനപ്പുറം ഫ്ലൈ ഓവറിന്റെ അടിഭാഗമാണ്. ആ അടിഭാഗത്താണ് ഈ പോലീസുകാരുടെ സ്കോർപിയോ വാൻ കയറ്റി നിർത്തുന്നത്. അങ്ങനെ കയറ്റി നിർത്തി പലവട്ടം വന്ന് ആ മദ്യപിച്ച് പോകുന്ന ദൃശ്യങ്ങളിൽ 2-3 ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പല തവണയായി ഇത് നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ ഇതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുള്ളവരാണ്. കല്യാണത്തിന്റെ സൽക്കാരത്തിന്റെ ഭാഗമായി പോവുകയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വിനീത, കഥ ഇതല്ല. അതായത് ഇവിടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് വാഹനത്തിലിരുന്ന് മദ്യപിച്ചാൽ അത് പരസ്യ മദ്യപാനത്തിൽ പെടുത്തുന്നതാണ്. ഇങ്ങനെ മദ്യപിക്കുന്ന നിരവധി പേരെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അവർ പിടിക്കാറുണ്ട്, കേസെടുക്കാറുണ്ട് എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും അതിഭീകരമായി മർദ്ദിച്ചതിന്റെ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു റെക്കോർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും അടുത്ത് പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇവരായിരിക്കും എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് വിനീത. അതായത് ആ കാറിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാം. അതിലും ഗൗരവമായ ഒരു കാര്യം, ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് ആ വാഹനം ഓടിച്ച് പിന്നീട് അവിടെ നിന്ന് വീണ്ടും ആളുകളെ കയറ്റി ഈ കല്യാണ സ്ഥലത്തേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. നിയമം പാലിക്കേണ്ടവർ, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടവർ, അതല്ലെങ്കിൽ അത്തരത്തിൽ നിയമം ലംഘിക്കുന്നവരെ പിടികൂടേണ്ടവർ അത് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ നിന്നാണ് ആ ഡ്യൂട്ടിയിലുള്ളവർ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കുറ്റകൃത്യം. ഉറപ്പായും ഇത് അതീവ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് വിനീത. ശരി, മനീഷ് മഹിബാൽ തുടരുന്നുണ്ട്. മനീഷ്, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പ്രസാദ് പറഞ്ഞതുപോലെ മനസ്സിലാകാം. ആ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എത്തി ഇവർ മദ്യപിക്കുന്നു, അതിനുശേഷം ഒരു സൽക്കാരത്തിന് പോകുന്നു, തിരിച്ചവിടെ തന്നെ വരുന്നു, ഡ്യൂട്ടിക്ക് കയറുന്നു എന്ന നിലയിലായിരുന്നു കാര്യങ്ങളല്ല. ഈ 6 പേർ മാത്രമാണോ, അതോ മറ്റുള്ളവർ വന്നും പോയി ഇരിക്കുകയായിരുന്നോ? അങ്ങനെ ദൃശ്യങ്ങളോ വിവരങ്ങളോ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം അന്വേഷിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇതിൽ നടപടി വരും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണല്ലേ? വിനീത, നടപടി വരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. വാഹനത്തിന്റെ മുൻ സീറ്റിൽ 2 പേർ, ഡ്രൈവർ അടക്കം 2 പേർ, മധ്യഭാഗത്ത് 2 പേർ, ഏറ്റവും പിൻ സീറ്റിലായി 2 പേർ, അങ്ങനെ ആകെ 6 പേരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഈ 6 പേർ മാത്രമല്ല, സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥരും മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷി നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത, ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒട്ടും ദൂരെയല്ല കിളിമാനൂർ പൂപ്പാലയിൽ നടന്ന വാഹന അപകടം നമ്മൾ കണ്ടതാണ്. അവിടെ ഒരാൾ ഓടിച്ച ഥാർ വാഹനം ഇടിച്ച് ഒരു വീട്ടിലെ 2 പേർ, അതായത് ദമ്പതികൾ മരിച്ചു. 1.5 വയസ്സും 5 വയസ്സും പ്രായമായ 2 കുട്ടികൾ അനാഥരായ വാർത്ത. അതാണ്. ഏതായാലും അത്തരം കാഴ്ചകളൊക്കെ ദിവസേന കാണുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലും അധികാരികൾ നടപടിയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.